Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു മിനി ഡോണറ്റ്സ് അല്ലെങ്കിൽ munchkins. 3 തരം ഡോണറ്റ്സ് ആണ് നമ്മളിവിടെ റെഡിയാക്കുന്നത്. ഗ്ലേസ്ഡ്, ചോക്ലേറ്റ് ആൻഡ് പൗഡേർഡ് ഷുഗർ. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വെറും 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് തൈര് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ നല്ല കട്ടിയുള്ള തൈരാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പും അതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ തൈരും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ലൂസായിട്ടുള്ള തൈരാണ് നിങ്ങളുടെ അടുത്തുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു 1/4 കപ്പ് തന്നെ ധാരാളമായിരിക്കും. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചിട്ട് അതനുസരിച്ച് നിങ്ങൾ എത്രയാണ് തൈര് ആവശ്യമെന്ന് വെച്ചാൽ ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ഉണ്ടാവേണ്ടത്. ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഗ്ലേസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/3 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പൗഡേർഡ് ഷുഗർ ചേർത്തു, 1 ടീസ്പൂൺ വെനില എസൻസും 2 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് നന്നായിട്ട് അതൊന്ന് വിസ്ക് ചെയ്തെടുക്കുക. നല്ലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസി ആയിട്ട് വിസ്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഷുഗർ ഗ്ലേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കോൺ ഷേപ്പുള്ള പ്ലാസ്റ്റിക് ബാഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മാവ് സ്കൂപ്പ് ചെയ്തിടുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ബാഗ് ഇല്ലെങ്കിൽ ഒരു സിപ്ലോക്ക് ബാഗ് എടുത്തിട്ട് അതിൻ്റെ അറ്റം വെട്ടി അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ വെറുതെ ഒരു സ്പൂണ് വെച്ചിട്ട് മറ്റൊരു സ്പൂൺ കൊണ്ട് തട്ടിയിട്ടാൽ മതി. അഥവാ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു കോൺ ഷേപ്ഡ് ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാവ് ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ അറ്റം ഒന്ന് കത്രിക കൊണ്ട് വെട്ടിക്കൊടുക്കുക. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ആ കവറിലാവുമ്പം കുറച്ച് നമ്മൾ പുറത്തേക്ക് സ്ക്വീസ് ചെയ്യുക. എന്നിട്ടൊരു കത്രിക വെച്ചിട്ട് ഇതുപോലെ അതിനെ വെട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു മിനി ഡോണട്ടിൻ്റെ ഒരു കണക്കിൽ വെട്ടിയിട്ട് കൊടുക്കുക. അതിനുശേഷം സ്പൂണ് കൊണ്ട് തുടരെ അതിനെ ഇളക്കി കൊടുക്കണം. എല്ലാ സൈഡും ഈവണായിട്ട് വേവാനും ആ ഒരു ഗോൾഡൻ കളർ കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും, പിന്നെ ഉള്ളു വേവുമില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ആ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലായാലും കുഴപ്പമില്ല, വേവിച്ച് ഏകദേശം ഇങ്ങനൊരു കളറാവുമ്പം നമുക്ക് അത് അടുപ്പത്തുനിന്ന് എടുത്ത് മാറ്റി ഒരു പേപ്പർ ടവലിൽ ഇട്ട് വെക്കാം. ഇനി നമുക്കിതെങ്ങനെയാണ് കോട്ട് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഷുഗർ കോട്ടഡ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ പഞ്ചസാര പൊടിച്ചതാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഈ ഡോണട്ടുകളെ ചൂടോടെ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൗഡേർഡ് ഷുഗർ ഡോണട്ട് അല്ലെങ്കിൽ മഞ്ച്കിൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഗ്ലേസ്ഡ് ഡോണട്ട്സ് എങ്ങനെയാണ് ആക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഗ്ലേസ്ഡ് മിക്സ്ചറിലേക്ക് നമ്മുടെ ഡോണട്ടിനെ ഇട്ട് ഒന്ന് നല്ലോണം ഒരു സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ഡോണട്ട് ബോൾസിൻ്റെ എല്ലാ ഭാഗവും ഷുഗറിൽ കോട്ടായി എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഇതുപോലെ ഒരു ചെറിയ വയർ റാക്ക് എടുത്തിട്ട് അതിലേക്ക് ഈ ഡോണട്ട്സ് വെക്കുക. ഇതിലുള്ള എക്സസ് ഷുഗർ ഗ്ലേസൊക്കെ അതിലേക്ക് ഉറ്റി പോകാനാണ്. അതിലവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് റെഡിയായി. നെക്സ്റ്റ് നമുക്ക് ചോക്ലേറ്റ് ഗ്ലേസ് തയ്യാറാക്കാം. അതിനായിട്ട് ആവശ്യത്തിനുള്ള നമ്മുടെ ഗ്ലേസ് സിറപ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/4 കപ്പ് ഗ്ലേസും അതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ മഞ്ച്കിൻസ് ഇട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യുക. എന്നിട്ട് വയർ റാക്കിൽ വെച്ച് എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പൊക്കെ പോയതിന് ശേഷം നമുക്കതെടുത്ത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ 3 തരത്തിലുള്ള അടിപൊളി മഞ്ച്കിൻസ് അല്ലെങ്കിൽ മിനി ഡോണട്ട് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്ലേസ്ഡ്, ചോക്ലേറ്റ് ആൻഡ് പൗഡേർഡ് ഷുഗർ. വളരെ പെട്ടെന്ന് 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയത്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും വ്യത്യസ്തമായ ഒരു റെസിപ്പിയായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.